Hi dears, welcome to A Dream BCom online class. Today we are discussing BCOS 185 Entrepreneurship. Our Unit 2 Entrepreneurial Ecosystem. എക്കോസിസ്റ്റം എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് നമ്മളുടെ ജീവികളുടെ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. എനിമൽസിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ ഒക്കെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ പറയാറുണ്ട്. നോർമലി നമ്മളുടെ വേൾഡിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ ജീവികൾ അല്ലെങ്കിൽ വിവിധ ഓർഗാനിസംസ്, ജീവികൾ മാത്രമല്ല എല്ലാം പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഒരാൾ അവനവൻ്റെ ലൈഫിന് വേണ്ടി വേറൊരാളെ ആശ്രയിക്കുന്നു, അവർ തൊട്ടപ്പുറത്തുള്ള ആളെ ആശ്രയിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ശൃംഖല പോലെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്തു പോകുന്നത്. നമ്മൾ നോക്കുന്നത് ഏത് എക്കോസിസ്റ്റമാണ്? എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം. എൻട്രപ്രണേഴ്സ് വിസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ലോകത്തിൽ എങ്ങനെയാണ് എക്കോസിസ്റ്റം? അപ്പോൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് എക്കോസിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എൻട്രപ്രണറിയൽ വേൾഡിൽ വരുന്ന സമയത്ത് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആർക്കിടയിലായിരിക്കും? എൻട്രപ്രണറിയൽ വേൾഡിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലായിരിക്കും. എൻട്രപ്രണേഴ്സിന് വർക്ക് ചെയ്യേണ്ടി വരുന്ന കോ ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും, ആൻസിലറി യൂണിറ്റ്സ് ഉണ്ടായിരിക്കും, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ് എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻട്രപ്രണറിയൽ ഫീൽഡിലുള്ള എക്കോസിസ്റ്റം എന്താണ്, അതിൻ്റെ പാർട്ടുകൾ, പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കുന്നതാണ് നമ്മളുടെ യൂണിറ്റ് 2. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻട്രപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്. ഒരു 3 ടേമുകളാണ്. ഈ ടേമുകൾ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എൻട്രപ്രണർ. കഴിഞ്ഞ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ പഠിച്ചതാണ് എൻട്രപ്രണറുടെ ഡെഫിനിഷൻ. ഡിഫറെൻ്റ് ഓതേഴ്സ് വിവിധ കാലഘട്ടങ്ങളിലായി നമ്മൾക്ക് നൽകിയിട്ടുള്ള നിർവചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് അവരുടെ ഫങ്ഷൻസ്, എൻട്രപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് എൻട്രപ്രണേഴ്സ്, അതെല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കിയതാണ്. എങ്കിൽ കൂടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആരാണ് ഒരു എൻട്രപ്രണർ? ആസ് പെർ ഡെഫിനിഷൻ, എൻട്രപ്രണേഴ്സ് പെർസ്യൂഡ് ഓപ്പർച്യൂണിറ്റീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ റിസോഴ്സസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ചില സവിശേഷതകൾ, ഓരോ ഡെഫിനിഷനിലും ഓരോ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരെണ്ണത്തിൽ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയാണ് പറയുന്നതെങ്കിൽ വേറൊരെണ്ണത്തിൽ ബിസൈഡ്സ് റിസ്ക് ടേക്കിംഗ് ദേ ആർ അണ്ടർടേക്കിംഗ് ഓർഗനൈസിങ് ആൾസോ. കോർഡിനേഷൻ, ഓർഗനൈസിങ്, സൂപ്പർവിഷൻ, അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് എൻട്രപ്രണേഴ്സ്. അവരുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന അവസരങ്ങളെ സീസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റി റിസോഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടി അസംബിൾ ചെയ്ത് അവനവൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എൻട്രപ്രണേഴ്സ്. അപ്പോൾ ഈ എൻട്രപ്രണേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എങ്കിൽ കൂടി നമ്മൾക്കൊന്ന് പറയാം. ഒന്ന്, ദേ ആർ വിഷണറീസ് ആൻഡ് എജൈൽ. വളരെ ചുറുചുറുക്കുള്ള, ദീർഘദൃഷ്ടിയുള്ള, അതായത് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എൻട്രപ്രണേഴ്സ്. കാരണം എപ്പോഴാണ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്, എന്ത് കാര്യത്തിൽ ന്യൂ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ന്യൂ വേർഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എൻട്രപ്രണേഴ്സ്. അപ്പോൾ അവർ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരും ചുറുചുറുക്കുള്ള ആളുകളുമായിരിക്കും. ദെൻ രണ്ടാമതായി പറയുന്നത് ദേ ആർ ഇന്നൊവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. ക്രിയാത്മകമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ രീതികൾ, പുതിയ പ്രോസസ്സുകൾ എല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന, നവീനവൽക്കരണ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണ് എൻട്രപ്രണേഴ്സ്. ദെൻ പാഷനേറ്റ് അബൌട്ട് ദെയർ വർക്ക്. അവർക്ക് അവരുടെ ജോലിയോട് അതിയായ സ്നേഹമുണ്ടായിരിക്കും. എന്തൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് കൃത്യമായി ആസ്വദിച്ച് ആ ജോലി ചെയ്യാൻ പറ്റുക. അതല്ലാതെ നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു വർക്കും നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി പൂർത്തീകരിക്കാൻ കഴിയില്ല.
അപ്പോൾ ഈ എൻ്റർപ്രണേഴ്സിൻ്റെ പ്രത്യേകത, അവർ ചെയ്യുന്ന ജോലി അവർ പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ മേഖലയോട്, അവർ ചെയ്യുന്ന ആ വർക്കിനോട് അവർക്ക് അത്രയും താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്. ദെൻ റിസ്ക് കാൽക്കുലേറ്റേഴ്സ് ആൻഡ് റിസ്ക് ടേക്കേഴ്സ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ടേക്കേഴ്സ് ആണ്. കാരണം അവരെപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് പുതിയ പുതിയ രീതികളാണ്, അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്തായാലും അൺസർട്ടനിറ്റീസും റിസ്ക്കും ഉണ്ടായിരിക്കും. കാരണം അത്രയും നവീനമായത്, അത് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള മാർക്കറ്റിലാണല്ലോ. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ മാർക്കറ്റിൽ അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് യാതൊരു അഷുറൻസും ഉണ്ടാവില്ല. അപ്പോൾ ആ അനിശ്ചിതത്വങ്ങളെ വ്യക്തമായി ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ എൻ്റർപ്രണേഴ്സ്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പെർസെവറൻസ് ആൻഡ് റിസൈലിയൻസ്. കഠിനാധ്വാനികളായിരിക്കണം. നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് അതിൽ സക്സസ് നേടിയെടുക്കണമെങ്കിൽ കൃത്യമായ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ പഴയ സിറ്റുവേഷനിലേക്ക്, അഥവാ നമ്മൾക്ക് ഫെയിലിയർ ഉണ്ടായാൽ കൂടി അത് ഫേസ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളായിരിക്കണം എൻ്റർപ്രണേഴ്സ്. അതല്ലാതെ ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് അതോടുകൂടി ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാണ് എന്നുള്ളൊരു ആശയമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കൃത്യമായി ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് നമ്മളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും, കുറച്ച് ഡള്ളായ ഡിമാൻഡ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും എല്ലാമുള്ള കപ്പാസിറ്റി നമ്മളുടെ എൻ്റർപ്രണേഴ്സിന് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തതായി പറയുന്നത് ഡിറ്റർമിനൻ്റ് ആയിരിക്കണം, ലീഡേഴ്സ് ആയിരിക്കണം. വ്യക്തമായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ള നമ്മുടെ ടീമിനെ, നമ്മളിപ്പോൾ ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്ത് അതിനെ ഒരു വർക്കിൻ്റെ ഫീൽഡിലേക്ക് എത്തിക്കുന്ന ആളാണ്. അപ്പം നമ്മുടെ ടീമിനെ കൃത്യമായി ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റർപ്രണർക്ക് വേണം. ദെൻ ഫോക്കസ്ഡ് ആൻഡ് ആക്ഷൻ ഓറിയൻറ്റഡ്. ഒരുപാട് ക്വാളിറ്റീസ്, ഇതെല്ലാം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫോക്കസ് വേണം. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്, അതിലേക്ക് കൃത്യമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാക്കാനും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും തയ്യാറുള്ള ആളുകളായിരിക്കണം എൻ്റർപ്രണേഴ്സ്. പിന്നെ വരുന്നത് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആണ്. അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലി, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് ഏറ്റെടുക്കാനുള്ള ഒരു റെഡിനെസ് വേണം. നമുക്കൊരു മെൻ്റൽ കപ്പാസിറ്റി വേണം. നമ്മളിപ്പോൾ പുതിയൊരു ആശയം കൊണ്ടുവന്നു, എല്ലാവരും അത് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തു. ചില സമയത്ത് അത് പരാജയമായി മാറാം. പക്ഷേ ഒരു ലോങ് ടേം റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ, ഷോർട്ട് ടേം റിസൾട്ടിൽ അതൊരു ഫെയിലർ ആണെങ്കിലും ലോങ് ടേം എക്സിസ്റ്റൻസിൻ്റെ കേസ് നോക്കുമ്പോൾ പിന്നീട് അതിന് ഹൈ ഡിമാൻഡ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വന്നേക്കാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു മെൻ്റൽ റെഡിനെസ് ഉള്ള ആളുകളായിരിക്കും എൻ്റർപ്രണേഴ്സ്. ആൻഡ് ആൾസോ they must have the ability to sense the environment. നമ്മൾ പറഞ്ഞു they are working in a pursuit of opportunities എന്ന് നമ്മൾ പറഞ്ഞു. വേട്ടയാടി പിടിക്കുക എന്നാണ് പെർസ്യൂട്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള വേർഡ് മീനിങ്. അപ്പോൾ അത്രയും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉള്ള ഓരോ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെയും സ്മെല്ല് ചെയ്ത് കണ്ടുപിടിച്ച് അത് സീസ് ചെയ്ത് അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം എൻ്റർപ്രണേഴ്സ്. അപ്പോൾ അത്രയും എബിലിറ്റി വേണം. എന്തിന്? ഈ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്ത് അതിലത്തെ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ അവനവൻ്റെ വർക്ക് ഫീൽഡാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി എൻ്റർപ്രണേഴ്സിന് വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എൻ്റർപ്രണർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. ദെൻ 3 ടേമാണ് നമ്മൾ പറയുന്നത്: എൻ്റർപ്രണർ, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്. രണ്ടാമത്തെ ടേമാണ് അപ്പോൾ എൻ്റർപ്രണർഷിപ്പ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ വാട്ട് ആൻ എൻ്റർപ്രണർ ഡൂയിങ്, എന്താണോ നമ്മളുടെ എൻ്റർപ്രണർ ചെയ്യുന്നത് അതെല്ലാം എൻ്റർപ്രണർഷിപ്പാണ്. ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യലാവാം, അതിൻ്റെ റിസ്ക് ടേക്കിംഗ് ആണ്, അതിൻ്റെ പ്രോസസ്സുകൾ ഡയറക്റ്റ് ചെയ്യലാണ്, ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കണം, അതിൻ്റെ വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യണം, അവിടെയുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യണം, കിട്ടിയിട്ടുള്ള റിസോഴ്സുകളെ കൃത്യമായി മൊബിലൈസ് ചെയ്ത് അത് ഹാൻഡിൽ ചെയ്ത് ലാസ്റ്റിൽ നമ്മുടെ ഗോളിലേക്ക് എത്തിക്കണം. നമ്മൾക്കൊരു ഫോക്കസ് ഓറിയൻറ്റഡ് ആയ ആക്ടിവിറ്റിയാണ്, നമ്മൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷനോ
അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനോ എന്തെങ്കിലും ഗോളുകൾ ഉണ്ടായിരിക്കും. ആ ഒരു ഗോളിലേക്ക് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഡയറക്റ്റ് ചെയ്ത് എത്തിക്കണം. അപ്പോൾ അതിനുള്ളിൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും ഏതിൽ വരും? എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ടേമിൽ വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷെയ്ൻ ആൻഡ് വെങ്കട്ടരാമൻ 2000 പറയുന്നുണ്ട് എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർസ്യൂട്ട് ഓഫ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിയേറ്റ് ഫ്യൂച്ചർ ഇന്നോവേറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്കവേർഡ്, evaluated and exploited to extract social and economic value from environment, leading ultimately to new independent business or venture creation. അപ്പോൾ ഒരു പുതിയ സംരംഭം ഉണ്ടാക്കാൻ വേണ്ടി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല നല്ല അവസരങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയും ഡിസ്കവർ ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് എൻട്രപ്രണേഴ്സ് എന്നാണ് ഷെയ്ൻ ആൻഡ് വെങ്കട്ടരാമൻ. ദെൻ ടിമോൺസ് 1994 പറഞ്ഞിട്ടുള്ളത് എൻട്രപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഓർ സീസിങ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പെർസ്യൂയിങ് ഇറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ റിസോഴ്സസ് കറൻ്റ്ലി കൺട്രോൾഡ്. രണ്ടിലും സെയിം തന്നെയാണ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ അവസരങ്ങളെ തേടിപ്പിടിച്ച് അതിനെ ഉപയോഗിച്ച് കൃത്യമായ വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എൻട്രപ്രണേഴ്സ്. അവർ ചെയ്യുന്ന വർക്കാണ് എൻട്രപ്രണർഷിപ്പ്. അപ്പോൾ എൻട്രപ്രണർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ. ഇപ്പം നമ്മൾ ആ ഡെഫിനിഷനിലൊക്കെ പറഞ്ഞു ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ ന്യൂ ബിസിനസ്, പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് ഉള്ളത്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വ്യക്തമായ ഘടനയുള്ള നവീന ആശയങ്ങളുടെ നടപ്പിലാക്കലാണ് എൻട്രപ്രണർഷിപ്പ്. ദെൻ രണ്ടാമതായി പറയുന്നത് പർപ്പസ്ഫുൾ ഓർ ഓർഗനൈസ്ഡ് സർവീസ്. ഒരു ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കാൻ വേണ്ടി ലക്ഷ്യം ബോധത്തോടെയുള്ള മനഃപൂർവമായ ചിട്ടയോടെയുള്ള സേവനമാണ് എൻട്രപ്രണർഷിപ്പിൽ വരുന്നത്. കൃത്യമായിട്ട് ഓരോന്നിനും വ്യക്തമായ പ്ലാനുകളും ആക്ഷൻ റുട്ടീനും എല്ലാം ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങളെ വ്യക്തമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദെൻ നാലാമതായി പറയുന്നത് ദീസ് ചേഞ്ചസ് ഓഫർ ഇക്കണോമിക് ഓർ സോഷ്യൽ ഇന്നോവേഷൻ. ഈ അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? സാമ്പത്തികപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതുമായ നവീന ആശയങ്ങളുടെ നടപ്പിലാക്കൽ. അപ്പോൾ ഇത്രയും കുറേ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകളാണ്. പറയുമ്പോൾ നമുക്ക് സിമ്പിളാണ്, പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കുക, നടപ്പിലാക്കുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് പ്രവർത്തനത്തിൽ വരുമ്പോൾ വളരെയധികം സങ്കീർണമായ ഒരുപാട് പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നതാണ് എൻട്രപ്രണർഷിപ്പ്. 3 ടേംസാണ് നമ്മൾ പറഞ്ഞിരുന്നത്: എൻട്രപ്രണർ, എൻട്രപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്. അപ്പോൾ അതിൽ മൂന്നാമത്തെ ടേം എന്താണെന്ന് നോക്കാം. എൻട്രപ്രണർ എന്താണ്, എൻട്രപ്രണർഷിപ്പ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടേമാണ് എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസ് ഈസ് ദ റിസൾട്ട് ഓർ ഔട്ട്കം ഓഫ് എൻട്രപ്രണർഷിപ്പ്. ഒരു എൻട്രപ്രണർ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതാണ് എൻട്രപ്രണർഷിപ്പ്. അത് ഒരുപാട് ഫാക്ടേഴ്സിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണോ എന്നൊക്കെ നമുക്കറിയാം. എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ആ എൻട്രപ്രണർഷിപ്പിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഔട്ട്കമാണ് എൻ്റർപ്രൈസ്, ഒരു സ്ഥാപനം. വൺസ് ഇറ്റ് ഈസ് ഫോം ഇറ്റ് ട്രാൻസാക്ട്സ് സർവീസ് ഓർ പ്രോഡക്ട്സ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒരിക്കൽ ഈ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ ഒരു ന്യൂ ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉൽപ്പന്നങ്ങളും സർവീസുകളും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് പേർക്ക്
തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അതിലൂടെ തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആൾസോ ടു കോൺട്രിബ്യൂട്ട് ടു ദ നാഷണൽ ഇൻകം. അതിൻ്റെ ഡിഫറൻറ്റ് ഫങ്ഷനിലൂടെ സ്വന്തം സ്റ്റേറ്റിൻ്റെ, നമ്മൾ ജീവിക്കുന്ന ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങി ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി, അവരുടെ എല്ലാം വരുമാനം കൂടി, നമ്മുടെ ബിസിനസ്സുകാരൻ്റെ ലാഭം കൂടി, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇൻകം വർദ്ധിക്കുകയാണ്. ടോട്ടൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ദെൻ നമ്മുടെ നാട്ടിലുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും സെയിൽസും എല്ലാം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ GDP ബേസ്ഡായി കാൽക്കുലേറ്റ് ചെയ്യുന്ന നാഷണൽ ഇൻകത്തിൽ വർധനവുണ്ടാവും. ഇതിനെല്ലാം കാരണമായി തീരുന്നത് എന്താണ്? എൻട്രപ്രണർഷിപ്പിലൂടെ രൂപീകരിക്കപ്പെടുന്ന എൻ്റർപ്രൈസാണ്. അപ്പോൾ ആ എൻ്റർപ്രൈസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സൊസൈറ്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ എൻ്റർപ്രൈസിൻ്റെ വർക്കിലൂടെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് രൂപീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ട ക്യാഷ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെല്ലാം കാര്യങ്ങൾ നോക്കണം, അത് അട്രാക്റ്റ് ചെയ്യണം. ആരിൽ നിന്നൊക്കെയാണ് വേണ്ടതെങ്കിൽ അവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കണം. അതേപോലെ തന്നെ ബിൽഡിംഗ് ബിസിനസ് ലിങ്കേജസ്, ഒരുപാട് കണക്ഷൻസ് വേണം, ഒരുപാട് ബന്ധങ്ങൾ വേണം. നമ്മൾക്ക് ക്രെഡിറ്റേഴ്സ് വേണം, ഡെപ്റ്റേഴ്സ് വേണം, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും, നമ്മുടെ ആൻസിലറി യൂണിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ലിങ്കേജുകളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡെവലപ്പ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. പിന്നെ പ്ലാനിങ് ആൻഡ് സെറ്റിംഗ് അപ്പ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള സംഘടന, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ലക്ഷ്യത്തിലെത്തണം. ഡിപ്ലോയിങ് റിസോഴ്സസ് ഫോർ എൻ്റർപ്രൈസ് സോ ദാറ്റ്, എന്തിനു വേണ്ടിയാ? നമ്മുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ചും ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ സ്ഥാപനത്തിന് കോമ്പീറ്റ് ആൻഡ് ഗ്രോ, മറ്റുള്ളവരോട് മത്സരിക്കാനും കഴിയണം, വളരാനും കഴിയണം, ഗ്രോത്ത് ഉണ്ടാവണം. അല്ലാതെ തുടങ്ങിയതുപോലെ തന്നെ എന്നും നിലനിൽക്കുകയല്ല. നമ്മുടെ സ്ഥാപനത്തിന് വ്യക്തമായ ഒരു ഗ്രോത്ത്, ഗ്രാഫിക്കൽ ഗ്രോത്ത് നമ്മൾക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അതിനു വേണ്ടിയെല്ലാം സ്ഥിരമായി ഗ്രോ ഓൺ കണ്ടിന്യൂസ് ബേസിസ് എന്നാണ് പറയുന്നത്. തുടർച്ചയായ പുരോഗതി ഉണ്ടാവണം നമ്മുടെ പ്രവർത്തനത്തിന്. ഇതിനെല്ലാം വേണ്ടി നമ്മളുടെ എൻ്റർപ്രണർ രൂപീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമ്മുടെ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന സ്ഥാപനം എൻ്റർപ്രണർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്? ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിലേക്ക് എത്തുകയാണ്. എക്കോസിസ്റ്റം, എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റമാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം? 1935 ആർതർ ട്രാൻസ്ലേ എക്കോസിസ്റ്റം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് റിലേറ്റിംഗ് ടു ഇക്കോളജി സയൻസ്, നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്നുള്ളത് ആർതർ ട്രാൻസ്ലേ എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഓഫ് ഓർഗാനിസംസ് വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇൻ എ സ്പേഷ്യൽ യൂണിറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദാറ്റ് യൂണിറ്റ്. അപ്പോൾ ആർതർ ട്രാൻസ്ലേ പറയുന്നത് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ്. നമ്മുടെ ഒരു പ്രത്യേക സ്ഥലത്ത്, ഇവിടെ സ്പേഷ്യൽ യൂണിറ്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നിലനിന്ന് പോരുന്ന ഓർഗാനിസംസ് തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ ആണ് എക്കോസിസ്റ്റം. അവരുടെ പരിതസ്ഥിതിയുമായി, ഇറ്റ്സ് സറൗണ്ടിങ്സ്, അവരുടെ സറൗണ്ടിങ്സുമായി അവർ ഇടപഴകി ജീവിക്കുന്നു. അപ്പോൾ അവർ പരസ്പരം തമ്മിലൊരു ഇൻ്ററാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? റെസ്പോൺസിബിൾ ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദാറ്റ് യൂണിറ്റ്.
എന്തിനാ ഇവരിങ്ങനെ ഇൻ്ററാക്ട് ചെയ്ത് ജീവിക്കുന്നത്? എന്തിനാണ്? സസ്റ്റൈനബിലിറ്റി ഓഫ് ദാറ്റ് യൂണിറ്റ്, ആ യൂണിറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ആ ഒരു സ്പേഷ്യൽ യൂണിറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവിടെയുള്ള ഓർഗാനിസംസ് അവർ പരസ്പരം ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, അവരുടെ ചുറ്റുപാടുമായി ഇണങ്ങി ജീവിക്കുന്നു. അപ്പോഴാണ് അവർക്ക് പരസ്പരം അങ്ങനെ ഇടപഴകി ജീവിക്കുമ്പോഴേ അവർക്ക് ആ സ്ഥലത്ത് നിലനിന്ന് പോകാൻ കഴിയുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ സിമ്പിൾ സയൻസിൽ നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇക്കണോമിക് എൻറ്റിറ്റീസുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രോസസ്സസ് ആൻഡ് റിസോഴ്സസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അല്ലെങ്കിൽ അവരുടെ ആ എൻവയോൺമെൻറ്റിൽ നിലനിന്ന് പോവാൻ വേണ്ടി അവരുടെ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, അല്ലെങ്കിൽ റിസോഴ്സുകളുമായി അല്ലെങ്കിൽ പ്രോസസ്സുകളുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനാണ് എക്കോ സിസ്റ്റം ഇൻ കേസ് ഓഫ് എൻട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇക്കണോമിക് എൻറ്റിറ്റീസ്. അപ്പോൾ ഈ എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. സസ്റ്റൈനബിലിറ്റി, ഇവിടെയും സസ്റ്റൈനബിലിറ്റി തന്നെയാണ്. ഈ എൻവയോൺമെൻറ്റിൽ നമ്മളുടെ ബിസിനസ്സിന് നിലനിന്ന് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. അവരുടെ ലൈഫ് സൈക്കിളിൻ്റെ വിവിധ സ്റ്റേജുകളിൽ പരസ്പരം ആശ്രയിച്ച് ജീവിക്കാം. ഇൻ്റർ ഡിപ്പെൻഡൻസിയാണ് പറയുന്നത്. പരസ്പരം പ്രവർത്തിക്കുകയല്ല, ആശ്രയിച്ച് ജീവിക്കാം. ആര് തമ്മിൽ? ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ. അതാണ് എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻ്റർ ഡിപ്പെൻഡൻസീസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ആക്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ഒരു ബിസിനസ്സിന് മറ്റു ബിസിനസ്സുകാരുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് രീതിയിൽ നമ്മൾക്ക് ഈ ഡിപ്പെൻഡൻസിയെ നോക്കിക്കാണാം. ലൊക്കേഷണൽ ഓർ പ്രോസസ് പെർസ്പെക്റ്റീവ്. ഒന്നുകിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മേഖലയിലെ എൻ്റർപ്രണേഴ്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യുമ്പോൾ ആ ഇന്ത്യ എന്നുള്ള സ്പേസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഇൻ ഇന്ത്യ who are innovating to participate in global value chain in a free trade. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മൾ പല പല സ്ഥലങ്ങളിലുള്ള ആളെ പരിഗണിക്കും, പല പല ലൊക്കേഷനിൽ വരുന്ന എൻ്റർപ്രണേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോസസ് പെർസ്പെക്റ്റീവാണ്, ഒരു പ്രത്യേകതരം പ്രക്രിയയിലുള്ള എൻ്റർപ്രണേഴ്സിനെ പരിഗണിക്കുന്നു. അപ്പോൾ ഈ എൻ്റർപ്രണറിയൽ എക്കോ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് പ്രോസസ് പെർസ്പെക്റ്റീവിലും നോക്കിക്കാണാം, അല്ലെങ്കിൽ ലൊക്കേഷൻ പെർസ്പെക്റ്റീവിലും നമ്മൾക്ക് വാല്യൂ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് എൻ്റർപ്രണറിയൽ എക്കോ സിസ്റ്റം. അപ്പോൾ നോർമലി എക്കോ സിസ്റ്റം എന്നുള്ള ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ നോക്കി. ഇനി എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ ഏരിയയിൽ അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻ്ററാക്ഷൻ എമംഗ് ദ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു എൻകറേജ്, നർച്ചർ ആൻഡ് പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പ് ഇൻ എനി ഏരിയ. അപ്പോൾ ഈ എൻ്റർപ്രണറിയൽ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഒരു ഇൻ്ററാക്ഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഉണ്ട്, പരസ്പരമുള്ള ആശ്രയത്വം. അപ്പോൾ ഇതേപോലെ ഏത് എക്കോ സിസ്റ്റത്തിലാണെങ്കിലും അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കും? ഒരു ഡിപ്പെൻഡൻസി, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റർപ്രണറിയൽ എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ആ എൻ്റർപ്രണറിയൽ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു
പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൽ വരുന്ന മെമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങളും ഒരുപാട് വ്യക്തികളും എല്ലാം നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ ഫങ്ഷൻസിൻ്റെ ഇടയിൽ സഹവർത്തിച്ചു പോരുന്നുണ്ട്. അവർക്കിടയിലുള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി, പരസ്പരം ആശ്രയത്വമാണ്. എന്തിനു വേണ്ടിയാണ് അവർ ആശ്രയിക്കുന്നത്? എൻകറേജ്, നർച്ചർ ആൻഡ് പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പ്. നമ്മളുടെ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വളർത്തിയെടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ വ്യത്യസ്ത ഘടകങ്ങൾ പരസ്പരം ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് ഇൻ എനി ഏരിയ, ഏത് സ്ഥലത്തുള്ളവരോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി നമ്മുടെ എൻ്റർപ്രണർഷിപ്പ് ഫീൽഡിലുള്ള വ്യത്യസ്ത ഫാക്ടേഴ്സ്, റിസോഴ്സസ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, അവർ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രയത്വം, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം. അപ്പോൾ ഈ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം നോക്കിക്കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയും അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, എൻ്റർപ്രണേഴ്സ്, നമ്മുടെ എൻ്റർപ്രണേഴ്സ് തന്നെ അവരുടെ പേഴ്സണൽ ട്രെയ്റ്റുകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്കില്ല്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി സോഷ്യൽ കൾച്ചർ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള സംസ്കാരങ്ങൾ. ദെൻ എൻ്റർപ്രണറിയൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ, വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികൾ. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ആ ഏരിയയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ. മാർക്കറ്റ്സ്, നമ്മുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഓഫർ ചെയ്യപ്പെടുന്ന മാർക്കറ്റിൻ്റെ സവിശേഷതകൾ. ദെൻ ഗവൺമെൻറ് പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിൻ്റെ അധികാരിയുടെ ഭരണനയങ്ങളും അതുപോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും. പിന്നെ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമായി വരും. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ്. ഒരു ആശയം, ഒരു എഗ്ഗിൽ നിന്ന് ഒരു ജീവി ഉണ്ടാകാൻ അതിന് കൃത്യമായ ചൂടും അന്തരീക്ഷവും എല്ലാം വേണം. അതേപോലെ നമ്മൾ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഐഡിയയിൽ നിന്ന് ഒരു എൻ്റർപ്രൈസ് ഉണ്ടായി വരാൻ ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾ വേണം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ വേണം, അങ്ങനെ ഊർജം നൽകുന്നവർ വേണം. അവരാണ് ഈ ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വരുന്നത് ആരാ? കോ വർക്കിംഗ് സ്പേസസ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരും വർക്കിംഗ് പ്ലേസുകളും. ദെൻ മെൻറ്റേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, കൺസൾട്ടൻസ്, ഫ്രീലാൻസേഴ്സ്, അതേപോലെ തന്നെ ഈവൻറ്റ്സ് ബൈ ഇൻഡസ്ട്രി അസോസിയേഷൻ, ചാമ്പർ ഓഫ് കൊമേഴ്സ്, ഇവരൊക്കെ സംഘടിപ്പിക്കുന്ന വിവിധ തരം പരിപാടികൾ. ഇതിലെല്ലാം എൻ്റർപ്രണേഴ്സിന് അവരുടെ ഗ്രോത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവരുടെ ഗ്രോത്ത് അവർക്ക് എൻഷുർ ചെയ്യണം. അതിനു വേണ്ടി അവർ പരസ്പരം ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്ത് ചെയ്യുന്നു? പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. പിന്നെ രണ്ട് ഫാക്ടേഴ്സ് വരുന്നത് അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യവിഭവവും അതേപോലെ മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള വിഭവങ്ങളും നമ്മൾക്ക് ബിസിനസ് നടത്താൻ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അവൈലബിലിറ്റി ഓഫ് വെൽത്ത് ആൻഡ് ക്യാപിറ്റൽ, ഇതെല്ലാം നമ്മുടെ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്കോ സിസ്റ്റത്തിൽ എല്ലാ എൻറ്റിറ്റീസും, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്ന എല്ലാ എൻറ്റിറ്റീസും എന്ത് ചെയ്യണം? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എൻ്റർപ്രണർഷിപ്പ് എക്കോ സിസ്റ്റത്തിൽ ഓരോരുത്തരുടെ അഭിപ്രായ പ്രകാരം അതിലത്തെ പ്രോസസ്സ് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഗ്രബർ പറയുന്നത് 2002 3 phases ഓഫ് ദ സ്റ്റാർട്ടപ്പ് എൻ്റർപ്രണറിയൽ ജേർണി, നമ്മുടെ എൻ്റർപ്രണറിയൽ ജേർണിയിലെ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഫൗണ്ടിങ് സ്റ്റേജ്, ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ് ഇത് വരുന്നത്. നമ്മുടെ എൻ്റർപ്രൈസ് രൂപീകരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് പ്രീ ഫൗണ്ടിങ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കണം, പിന്നീടാണ് ഒരു സ്ഥാപനം രൂപീകരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേജിന് തൊട്ട് മുന്നേയുള്ള ഘട്ടം, അതാണ് ഫസ്റ്റ് ഫേസ്.
ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫൗണ്ടിങ് സ്റ്റേജ് ആണ്. ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നു, റിസോഴ്സ് ഗ്യാദർ ചെയ്യുന്നു, ഇൻകോർപ്പറേഷൻ നടത്തുന്നു, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത്രയും ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്, അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ്. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആണ്, ബിൽഡിംഗ് ദ കമ്പനി ആൻഡ് മാർക്കറ്റ് പെനിട്രേഷൻ. അപ്പോൾ അങ്ങനെ 3 സ്റ്റേജസ് ഉള്ള 3 ഘട്ടങ്ങളാണ് ഈ എൻട്രപ്രണറിയൽ ജേണിയിലുള്ളത് എന്നാണ് ഗ്രബർ അഭിപ്രായപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞ് ഹിസ്റിച്ച് പറയുന്നുണ്ട് 4 സ്റ്റേജ് ഉണ്ട്. അതിലെന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ഇത് തന്നെയാണ് നമ്മൾ പ്രീ ഫൗണ്ടേഷൻ സ്റ്റേജിൽ പറഞ്ഞത്. പിന്നെ രണ്ടാമതായി പറയുന്നത് ഡെവലപ്പിംഗ് ദ ബിസിനസ് പ്ലാൻ, ഫൗണ്ടേഷൻ സ്റ്റേജ് വരുന്നു. മൂന്നാമതായി ഡിറ്റർമിനിങ് ദ റിസോഴ്സസ്, നമ്മളത് സെക്കൻഡ് സ്റ്റേജിൽ രണ്ടും കൂടെ കൂട്ടിയാണ് പറഞ്ഞത്. ബിസിനസ് പ്ലാനും ഉണ്ട്, റിസോഴ്സ് ഗ്യാതറിങ്ങും ഉണ്ട്. ദെൻ ഇതിൽ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് മാനേജിങ് ദ റിസൾട്ടിങ് എൻ്റർപ്രൈസ്, രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനത്തിനെ നന്നായി മാനേജ് ചെയ്യുക. അപ്പോൾ ഈ 3 ഘട്ടമാണെങ്കിലും 4 ഘട്ടമാണെങ്കിലും ഇതിൽ പറയുന്ന കണ്ടന്റുകളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഒരു എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെടാൻ വേണ്ടി നമ്മളൊരു ആശയം ഉണ്ടാക്കുമല്ലോ, ആ ആശയം ഉണ്ടാക്കുന്നത് മുതൽ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി റിസോഴ്സ് എല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ ഇൻക്യുബേഷനും ആക്സിലറേഷനും ഒക്കെ കഴിഞ്ഞ് ഒരു എൻ്റർപ്രൈസ് രൂപീകരിച്ച് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഓഫർ ചെയ്ത് മാർക്കറ്റിൽ നമ്മൾക്കൊരു പ്ലേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രോത്ത് ഒക്കെ എൻഷുർ ചെയ്ത് അങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നമ്മൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ ആ ആശ്രയത്വമാണ് എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം. ഒരു എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾക്കറിയാം, ഒരു എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ്, ഇവാലുവേഷൻ ആൻഡ് ഫൈനൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ സീസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് വേണ്ട പ്രോസസ്സുകൾ, പ്രിലിമിനറി സ്റ്റെപ്പുകളെല്ലാം നടത്തി, അതായത് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ്, നമ്മൾക്ക് എങ്ങനെ ആ ആശയം നടപ്പിൽ വരുത്താം, അതിന് വേണ്ട റിസോഴ്സുകൾ എന്തൊക്കെയാണ്, അതൊക്കെ അറേഞ്ച് ചെയ്യുക, അതിന് വേണ്ട പ്ലാനുകൾ ഉണ്ടാക്കുക. ദെൻ ലാസ്റ്റിൽ ഫൈനൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമ്മുടെ ആ ബിസിനസ് പ്ലാൻ നടപ്പിൽ വരുത്തുന്നു. അതായത് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്കില്ലുകൾ വേണം. പ്രധാനമായും പറയുന്നത് ടെക്നിക്കൽ സ്കില്ല് വേണം. കൃത്യമായി സാങ്കേതികപരമായി ഇങ്ങനൊരു ആശയം രൂപീകരിച്ച് അതിന് വേണ്ട പ്ലാൻ ഉണ്ടാക്കി നടപ്പിലാക്കാനുള്ള കഴിവ് വേണം. ദെൻ കൊമേഴ്സ്യൽ കോമ്പീറ്റൻസ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമ്മുടെ ഉള്ളിൽ പുതിയൊരു ആശയം ഉണ്ടായാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് ആശയം വ്യക്തമാക്കി അവരുടെ കൂടെ റെക്കമെൻഡേഷൻസോ അഭിപ്രായങ്ങളോ ഒക്കെ പരിഗണിച്ച് നല്ല രീതിയിൽ നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ദെൻ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വേണം. നമ്മളുടെ ഓപ്പറേഷണൽ ഫീൽഡ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ആ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള കഴിവ് വേണം. ദെൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് സ്കിൽ. ഓരോ ആക്ടിവിറ്റീസും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായ സംഘാടനം നടത്തി ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. ദെൻ ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മളുടെ എൻട്രപ്രണർ എന്ന് പറയുമ്പോൾ ക്രിയേറ്റർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ ആ എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷൻസ് കൃത്യമായി മാനേജ് ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുക, സോഴ്സസും യൂസസും തമ്മിലുള്ള കമ്പാരിസണൊക്കെ നടത്തി കൃത്യമായല്ലേ ഉപയോഗിക്കുന്നത്, ഐഡിയലായിട്ട് എവിടെയെങ്കിലും ഫണ്ട് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ദെൻ HR മൊബിലൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായി ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള രീതിയിൽ വിനിയോഗിക്കുക. ദെൻ ഗവേണൻസ് സ്കിൽ, നമ്മൾ പറഞ്ഞു എൻ എൻ്റർപ്രണർ മസ്റ്റ് ബി എ ഗുഡ് ലീഡർ.
നമ്മുടെ ടീമിനെ കൃത്യമായി ഗോളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള കപ്പാസിറ്റി വേണം, ഒരു ഗവേണിംഗ് സ്കില്ല് വേണം. ദെൻ ഇന്നൊവേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് സ്കിൽ, പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പഴയ രീതികളെ തന്നെ പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് പ്രോഡക്റ്റ്, ചിലപ്പോൾ പ്രോഡക്റ്റ് ഐഡിയ പഴയതായിരിക്കാം, അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പുതിയ സ്റ്റൈലിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നവീന ആശയങ്ങൾ തന്നെ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ഇന്നൊവേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് സ്കില്ല് വേണം. അതോടൊപ്പം തന്നെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി വേണം. നമ്മൾ ഒരു പർട്ടിക്കുലർ ന്യൂ ഓപ്പർച്യൂണിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകളെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാൽക്കുലേറ്റഡ് റിസ്കുകൾ, ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി കൂടി നമ്മുടെ എൻട്രപ്രണേഴ്സിന് വേണം. അപ്പം നമ്മളുടെ എക്കോ സിസ്റ്റം, എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചു പോകണമെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റം around the globe and company growth dynamics. ഈ പേരിലുള്ളൊരു റിപ്പോർട്ട് വേൾഡ് എക്കണോമിക് ഫോറം 2013 പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റത്തിനെ പ്രധാനമായും ബാധിക്കുന്ന 3 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഏരിയാസ് ആണ് വരുന്നത്. നമ്മളുടെ 2013 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ആക്സസ് ടു മാർക്കറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാനും അവിടെ നമ്മുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൃത്യമായി നമ്മുടെ പ്ലാൻ അനുസരിച്ച് വിതരണം ചെയ്യാനൊക്കെ സാധിക്കണം. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ആക്സസ്. ദെൻ രണ്ടാമതായി ഹ്യൂമൻ ക്യാപിറ്റൽ ഓർ വർക്ക് ഫോഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് വേണം. ദെൻ മൂന്നാമതായി പറയുന്നത് ഫിനാൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ പർസ്യൂട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇറസ്പെക്റ്റീവ് ഓഫ് റിസോഴ്സസ് ആണ്. നമ്മൾക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് എത്രയാണെന്ന് പോലും ആലോചിക്കാതെയാണ് പലപ്പോഴും പുതിയ പുതിയ ആശയങ്ങളെ എൻട്രപ്രണേഴ്സ് നടപ്പിൽ വരുത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എത്രമാത്രം ഫിനാൻസ് ആണോ ആവശ്യമുള്ളത് അത് അറേഞ്ച് ചെയ്യാൻ കഴിയണം, കൃത്യമായി മാനേജ്മെൻറ്റ് നടത്തി വിനിയോഗിക്കാൻ കഴിയണം. അപ്പോൾ ഈ 3 ഏരിയകളാണ് എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റത്തിൻ്റെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഏരിയ എന്നാണ് നമ്മളുടെ വേൾഡ് എക്കണോമിക് ഫോറം 2013 അഭിപ്രായപ്പെട്ടത്. പിന്നീട് ഓരോ ചിന്തകന്മാരും അതിനെ പുതിയതായിട്ടുള്ള ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാറുണ്ട്. അതിൽ ഐസൻബർഗ് 2011 പറഞ്ഞിട്ടുള്ളത്, വേൾഡ് ഫോറം 2013 ഈ 3 ഏരിയാസ് പറഞ്ഞത്. ഐസൻബർഗ് 2011 കാറ്റഗറൈസ് ചെയ്ത ഈ എലമെൻറ്റുകളെ, നമ്മുടെ എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകളെ 6 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം 6 കാറ്റഗറിയിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? പോളിസി, ഫിനാൻസ്, കൾച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് മാർക്കറ്റ്. ഇത്രയും ഘടകങ്ങൾ എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഐസൻബർഗ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഐസൻബർഗിൻ്റെ അഭിപ്രായത്തിലുള്ള 6 ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, പോളിസി. പോളിസി റിലേറ്റ്സ് ടു വാരിയസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് formed and implemented by government and government institutions. ഇപ്പോൾ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തോ രാജ്യത്തോ നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകൾ, അവരുടെ വിവിധ നയങ്ങളും നിയമങ്ങളും നമ്മുടെ എൻട്രപ്രണർഷിപ്പിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെടണമെങ്കിൽ അതിന് ചിലപ്പോൾ ലൈസൻസ് ആവശ്യമായി വരാം, രജിസ്ട്രേഷൻ ആവശ്യമായി വരാം. ഇതിനെയൊക്കെ ബാധിക്കുന്ന നിയമങ്ങളുണ്ട്. അതേപോലെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, എക്സ്പാൻഷൻ, ഇതെല്ലാം നമ്മളുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫ്രെയിം ചെയ്തെടുക്കുന്ന നിയമങ്ങൾ പല രീതിയിലും അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു ഏരിയ എന്ന് പറയുന്നത് ടാക്സ് ഏരിയയാണ്. പലപ്പോഴും നമ്മൾക്ക് ടാക്സിൻ്റെ ഈ ടാക്സ് ഹോളിഡേയ്സ് ഒക്കെ നൽകാറുണ്ട്.
ഇപ്പോൾ നമ്മളുടെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ ആദ്യത്തെ 5 വർഷം ടാക്സ് ഫ്രീ, അങ്ങനെയുള്ള ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പല രീതിയിലും ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നമ്മുടെ എൻട്രപ്രണറിയൽ വർക്കിനെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും വരുന്നത് ലൈസൻസ് സിസ്റ്റവുമായി റിലേറ്റ് ചെയ്തിട്ട്, അതേപോലെ രജിസ്ട്രേഷൻ, ടാക്സ് ഇൻസെൻറ്റീവ്സ്, പിന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലോസ്. ഇപ്പോൾ എക്സ്പോർട്ടിനുള്ള ടാക്സ്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ്, ചിലപ്പോൾ നമുക്ക് റോ മെറ്റീരിയലൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. ദെൻ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. ഫിനാൻസ് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് കൊമേഴ്സ്. നമ്മൾ പഠിച്ചതാണല്ലേ, ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ്. നമ്മളൊരു ബിസിനസ് നടത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു റിസോഴ്സാണ് ഫിനാൻസ്. അപ്പോൾ ഈ ഫിനാൻസിൻ്റെ സപ്ലൈ ആൻഡ് ആക്സസബിലിറ്റി നമ്മുടെ എൻട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഫിനാൻസ് മെയിനായിട്ട് വേണ്ടി വരുന്നത് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ ഹ്യൂമൻ പവർ, ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട് ചെയ്യുമ്പോൾ, അവരെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ്സ് ഒന്നുകിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ ലീസിനെടുക്കും. 5 വർഷത്തേക്കോ 10 വർഷത്തിനേക്കോ ഒക്കെ ലീസിനെടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരാറുണ്ട്. പിന്നെ റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി ഫിനാൻസ് ആവശ്യമായി വരാറുണ്ട്. പുതിയ പുതിയ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വരാറുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ആ ആക്ടിവിറ്റീസ് എല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ ഈ ഫിനാൻസ് നോർമലി എൻട്രപ്രണേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് 2 സോഴ്സിൽ നിന്നാണ്. ഒന്ന് ട്രഡീഷണൽ സോഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ വെൽവിഷേഴ്സ്, അവരിൽ നിന്നെല്ലാം നമ്മൾക്ക് ഫിനാൻസ് കളക്ട് ചെയ്യാം. അതിനും പുറമെ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് തുടങ്ങിയ ആളുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിൽ നിന്നും നമ്മൾക്ക് എന്ത് അറേഞ്ച് ചെയ്യാം? ഫിനാൻസ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റത്തിൽ വളരെയധികം ബാധിക്കപ്പെടുന്ന ഒരു ഘടകമാണ് ഫിനാൻസിൻ്റെ ആക്സസബിലിറ്റി. ദെൻ മൂന്നാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത് കൾച്ചറാണ്. ദ കൾച്ചർ പ്രിവെയിലിംഗ് ഇൻ ദ പെർട്ടിക്കുലർ റീജിയൻ വിൽ അഫക്ട് ദ ഗ്രോത്ത് ഓഫ് എൻട്രപ്രണർഷിപ്പ്. നമ്മുടെ എൻട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏത് പ്രദേശത്താണോ നിലനിൽക്കുന്നത് അവിടെയുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അവരുടെ സംസ്കാരം, അതായത് പുതിയ പുതിയ സംരംഭങ്ങളെ പലപ്പോഴും പല സൊസൈറ്റിയും സ്വാഗതം ചെയ്യാറില്ല. പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ അവനും അവൻ്റെ കുറേ പുതിയ ഐഡിയയും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ന്യൂ ഐഡിയാസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കണം. പിന്നെ ഇൻഡസ്ട്രിക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റിനും സെൽഫ് റെസ്പെക്റ്റിനും എല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഏരിയ ആവണം. ഇപ്പോൾ ഒരു പുതിയ തൊഴിലുമായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ അയാളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള അന്തരീക്ഷമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ബൈ ചാൻസ് ഏതെങ്കിലും ഒരു എൻട്രപ്രണറിയൽ എഫേർട്ട് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന സമൂഹമാവണം. അതേപോലെ നമ്മുടെ പുതിയ പുതിയ ആശയങ്ങളുമായി വരുന്ന എൻട്രപ്രണേഴ്സിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറീസ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമൂഹമായിരിക്കണം. ആ രീതിയിൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ഇൻഹറൻറ്റ് സ്പിരിറ്റുള്ള നമ്മുടെ മാൻ അല്ലെങ്കിൽ നമ്മുടെ നാലുപുറമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളായി മാറുമ്പോൾ മാത്രമേ ഒരു എൻട്രപ്രണർക്ക് ആ ഒരു പർട്ടിക്കുലർ റീജിയണിലെ കൾച്ചറുമായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. ഈ കൾച്ചറും നമ്മളെ അഫക്റ്റ് ചെയ്യും. ഫോർത്ത് ഫാക്ടർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട്. നമ്മളുടെ എൻട്രപ്രണർഷിപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൾച്ചർ നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വാരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ അഫക്റ്റ് ദ entrepreneurial ecosystem. It may include formal and informal institutions. നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫോർമേഷനും വളർച്ചയ്ക്കും വേണ്ടി വിവിധ തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സഹായം നമ്മൾക്ക് ആവശ്യമായി വന്നേക്കാം. അവയും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഭാഗമായി വരുന്നുണ്ട്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ റോഡ്, റെയിൽവേ, എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വിൽ ഹെൽപ്പ് us to ആക്സസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. നമ്മൾക്ക് പല പല രീതിയിലുള്ള ആക്സസബിലിറ്റിക്ക് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് വേണ്ടി വേൾഡ് വൈഡ് വെബ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ വിവിധ തരം ഏജൻറ്റുകളുടെ
പ്രൊഫഷണൽ സർവീസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനൊക്കെ വേണ്ടിയാണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ലീഗൽ സർവീസുകൾ. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് എൻ്റർപ്രണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഘടകവും എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ അഞ്ചാമത്തെ ഫാക്ടറായിട്ട് വരുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്, വർക്ക് ഫോഴ്സ്. നമ്മൾക്ക് മാൻ, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മാനേജ്മെൻറ്റ്, നമ്മളങ്ങനെ 4 M's ഓഫ് ബിസിനസ് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വേണ്ട ഘടകമാണ് മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി രൂപീകരിക്കപ്പെടുന്നത് അവിടെയുള്ള വർക്ക് ഫോഴ്സിൻ്റെ പെർഫോമൻസിനനുസരിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് കൃത്യമായ സ്കിൽഫുൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് വേണം. അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടും സ്ഥാപനത്തിനെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. എത്ര വർക്ക് ഫോഴ്സ് വേണം, എങ്ങനെയുള്ള വർക്ക് ഫോഴ്സ് വേണം എന്നുള്ള തീരുമാനങ്ങൾ കൃത്യമായി എൻ്റർപ്രണർ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സിൻ്റെ ക്വാളിറ്റീസ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കാം, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കാം, ദെൻ നമ്മുടെ മാനേജ്മെൻറ്റ് ടീം, ബാക്കിയുള്ള വർക്ക് ഫോഴ്സ്, ഇവർക്കെല്ലാം ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരാം, എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരാം. ഏതൊക്കെ രീതിയിലാണോ അവരുടെ എഫിഷ്യൻസി മാക്സിമം ആക്കാൻ കഴിയുന്നത് അങ്ങനെ വേണം ഹ്യൂമൻ റിസോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ദെൻ ലാസ്റ്റിൽ വരുന്ന ഘടകം എന്ന് പറയുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് മീൻസ് എ പ്ലേസ് വേർ വി ഓഫേഴ്സ് അവർ പ്രോഡക്റ്റ് ഓർ സർവീസ് ആൻഡ് വി ഹാവ് ടു ആക്സസ് ദ മാർക്കറ്റ്. നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസിന് ഒരു റിസപ്റ്റീവായിട്ടുള്ള മാർക്കറ്റ് വേണം, സ്വീകാര്യത ലഭിക്കുന്ന മാർക്കറ്റ് വേണം. അവിടെയുള്ള കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കണം. വില്ലിങ്നെസ് ടു പേ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഡിമാൻഡ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ കയ്യിൽ പൈസ ഉണ്ടായത് കൊണ്ടും കാര്യമില്ല, അവരത് വാങ്ങാൻ റെഡിയാവണം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സുള്ള ഒരു മാർക്കറ്റിൽ എത്തിപ്പെടാൻ കഴിയേണ്ടത് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ എക്സിസ്റ്റൻസിനും സക്സസ്സിനും എസെൻഷ്യലാണ്. ആ മാർക്കറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആവാം, ഫോറിൻ മാർക്കറ്റ് ആവാം, ഒരു ഫുൾ മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു നിഷി മാർക്കറ്റ്. നിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മാൾ സെഗ്മെൻറ്റ് ഓഫ് എ ടോട്ടൽ മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റൈൽ പ്രോഡക്റ്റാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരുപാട് സെഗ്മെൻറ്റുകൾ വരാം. വയസ്സായവർ, മിഡിൽ ഏജ് ആയവർ, യങ്സ്റ്റേഴ്സ്, ചെറിയ കുട്ടികൾ, ടീനേജേഴ്സ്. അപ്പോൾ അതിൽ കുട്ടികൾ എന്നുള്ള ആ ഒരു നിഷി, ചെറിയൊരു ഭാഗം അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് മതി. അപ്പോൾ ഒരു നിഷി മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഹോൾ മാർക്കറ്റ് ആവാം. ദെൻ ലോക്കലായിട്ടുള്ള സ്മാൾ മാർക്കറ്റ് ആവാം, മീഡിയം മാർക്കറ്റ് ആവാം, ലാർജ് മാർക്കറ്റ് ആവാം. ഇതിലെല്ലാം ഇൻഡിവിജ്വൽസും ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ മാർക്കറ്റും നമ്മളുടെ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസൻബർഗിൻ്റെ അഭിപ്രായത്തിൽ 6 ഘടകങ്ങളാണ് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഇന്നൊവേഷൻ, എൻ്റർപ്രണർ ആൻഡ് എക്കോസിസ്റ്റം. ഒരു എൻ്റർപ്രണറുടെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിൽ ഇന്നൊവേഷൻ ഉള്ള പങ്ക് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ഓർ ന്യൂ ലുക്ക് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ ന്യൂ പ്രോസസ്, ന്യൂ സ്റ്റൈൽ എക്സെട്ര. ഒരു എൻ്റർപ്രണറുടെ സക്സസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഇന്നൊവേറ്റീവ് സ്കില്ല്. നമ്മൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കാം, അതിനെ ഒന്നുകൂടെ ഭേദഗതി വരുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റീഫോർമേഷൻ, നമ്മളൊരു ഘടന എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ടൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ആക്സെപ്റ്റബിൾ ആയ ഒരു പുതിയ പ്രോഡക്റ്റ് അവതരിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു എൻ്റർപ്രണറുടെ ഒരു എബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നോവേഷൻസ് നടത്തുന്നതിലൂടെ ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്. നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ പ്രോസസ്സുകളോ എന്തും നേരിട്ട് കൊണ്ടിരിക്കുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക്
ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും ഈ ഇന്നൊവേഷൻ്റെ ഭാഗമായിട്ട് എൻട്രപ്രണേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് എൻട്രപ്രണേഴ്സ് ഇന്നൊവേഷൻ നടത്തുന്നത്? ഇതിൽ ഒന്ന് രണ്ട് ഓതേഴ്സിൻ്റെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ഇന്നൊവേഷനെ കുറിച്ച്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രക്കർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സെർച്ച് ഫോർ എ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ എന്ത് ചെയ്യാം? ഒരു മാറ്റത്തിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിനെ പ്രതികരിക്കുക, അതിനെ ചൂഷണം ചെയ്ത അവസരമാക്കി മാറ്റാം. അതെല്ലാം ഈ അവസരത്തിന്, ഈ ഒരു മാറ്റത്തിനെ അവസരമാക്കണമെങ്കിൽ ഇന്നൊവേഷൻ ഐഡിയാസ് എൻട്രപ്രണേഴ്സിന് വേണമെന്നാണ് ഡ്രക്കർ അഭിപ്രായപ്പെട്ടുള്ളത് 2014. അതേപോലെ തന്നെ പിന്നീട് ഷുബീറ്റർ പറഞ്ഞിട്ടുണ്ട് ഇന്നോവേറ്റർ ആയിരിക്കണം. ഒരു നമ്മൾ നല്ല എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും ഇന്നോവേറ്റീവ് സ്റ്റൈലിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഇന്നോവേഷൻ പല രീതിയിൽ നമ്മൾക്ക് നടപ്പിലാക്കാം. പ്രധാനമായും 4 മോഡലാണുള്ളത്. ഒന്ന് ഇൻവെൻഷൻ. ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ സ്റ്റൈൽ എക്സെട്ര. പുതിയതായിട്ടൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സർവീസുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആയിരിക്കാം. അങ്ങനെ നവീനമായി എന്തെങ്കിലും കണ്ടെത്തുന്നതാണ് ഇൻവെൻഷൻ. രണ്ടാമത് വരുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ട്, നിലവിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, പുതിയ പ്രോഡക്റ്റ് ഒന്നല്ല നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷേ ആ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനൊരു ന്യൂ ലുക്ക് കൊടുക്കുക, പ്രോഡക്റ്റ് ഓഗ്മെൻറ്റേഷൻ നടത്തുകയാണ്. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് വേറൊരു സ്റ്റൈലിലോ അല്ലെങ്കിൽ വേറൊരു സൈസിലോ ഒക്കെ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മാറ്റങ്ങൾ വരുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യൂട്ടിലിറ്റി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഓഫ് യൂസേജിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് വികസിപ്പിക്കാം. അതാണ് എക്സ്റ്റൻഷനിൽ വരുന്നത്. ദെൻ ലാസ്റ്റിൽ വരുന്നത് സിന്തസിസ് ആണ്. സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമന്വയിപ്പിക്കലാണ്. ഒന്നിലധികം ഇന്നോവേഷൻസിനെ കൊളാഷ് ചെയ്യാം. അങ്ങനെ ഒന്നിലധികം ഇന്നോവേഷൻസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരു പുതിയ ആശയമോ പ്രോസസ്സോ എന്തെങ്കിലും അവതരിപ്പിക്കുകയാണെങ്കിൽ അതാണ് സിന്തസിസ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഇന്നോവേഷൻ സ്റ്റൈലും ഒരു എൻട്രപ്രണർക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇനി പ്രോസസ് ഓഫ് ഇന്നോവേഷനെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു സിമ്പിൾ ചാർട്ട് പോലെ. അതായത് നമ്മൾ ഒരു ഐഡിയ കൺസീവ് ചെയ്ത് അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി ലാസ്റ്റിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രോസസ്സ്. അപ്പോൾ എൻട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മസ്റ്റ് ബി ആൻ ഇന്നോവേറ്റർ. പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനും നടപ്പിലാക്കാനും അതിലൂടെ വിജയം കണ്ടെത്താനും കഴിയുന്നവരായിരിക്കണം എൻട്രപ്രണേഴ്സ്. എക്കോസിസ്റ്റം ചാലഞ്ചസ്. എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പോളിസി ബാരിയേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ്സിൻ്റെ എൻട്രൻസ് മുതൽ അതിൻ്റെ ക്ലോസിംഗ് വരെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പോളിസികളാൽ നിയന്ത്രിതമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്. ലൈസൻസ് ആയാലും രജിസ്ട്രേഷൻ ആയാലും എക്സ്പോർട്ട് ആയാലും ഇമ്പോർട്ട് ആയാലും എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനുള്ളിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് നമ്മുടെ പോളിസി, ഗവൺമെൻറ് രൂപീകരിക്കുന്ന പോളിസികളും അതുപോലെ ഫയലുകളിലൊക്കെ റെഡ് ടാപ്പിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പല നയങ്ങൾ മൂലം. ദെൻ രണ്ടാമതായി ആക്സസ് ടു ടെക്നോളജി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇഷ്യൂ. നമ്മൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സാങ്കേതിക വിദ്യകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. പിന്നെ പ്രോപ്പർട്ടി ഇഷ്യൂ, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ്, പാറ്റൻറ്റ് എന്നിവയൊക്കെ നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ദെൻ ഇൻട്രൻസിക് ചാലഞ്ചസ്. ഇൻട്രൻസിക് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ബയാസ് ആണ്. സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം നേരിടുന്ന ചില ഭീഷണികൾ അല്ലെങ്കിൽ ന്യൂനതകളൊക്കെ ഉണ്ട്, അവർക്ക് മാത്രം കിട്ടാത്ത ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇൻട്രൻസിക് ചാലഞ്ചസ്.
പിന്നെ വരുന്നത് എക്സ്ട്രിൻസിക് ചാലഞ്ചസ് ആണ്. എക്സ്ട്രിൻസിക് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ ചാലഞ്ചസ് ആണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആക്സസ് ടു മാർക്കറ്റ്, നമ്മൾക്ക് എൻ്റർപ്രണർക്ക് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സുള്ള മാർക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള പ്രയാസം, ദെൻ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ, ബിലീഫുകൾ, നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞതാണ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, പുതിയ സംരംഭങ്ങളോടുള്ള മനോഭാവമെല്ലാം, ഇതെല്ലാം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. സൊസൈറ്റിയുടെ മൂല്യങ്ങളുമായി റിലേറ്റ് ചെയ്തതാണ് വരുന്നത്. ദെൻ ലാസ്റ്റിൽ നമ്മൾക്കിപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ആണെങ്കിലും, ഗവൺമെൻറ് ആണെങ്കിലും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ആൻസിലറി യൂണിറ്റുകളാണെങ്കിലും, ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഒരു എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും എൻട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും സക്സസിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതിയോ? പോരാ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടേതായ ലാഭം ഉണ്ടാക്കിയെടുക്കണം. ഗവൺമെൻറ്റിന് അവരുടേതായ പ്ലാനും പദ്ധതി ഉണ്ടാവും. അവരുടെ നാട്ടിലെ ഓരോ വികസനം അല്ലെങ്കിൽ ഓരോ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള പോളിസി ഉണ്ടാവും. അപ്പോൾ ഒരു കോമ്പിനേഷനാണിത്. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ആരോഗ്യപരമായിട്ടുള്ള ഒരു പരസ്പരാശ്രയത്വം ഉണ്ടെങ്കിലേ നമ്മൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ, ഏത് മേഖലയ്ക്കാണെങ്കിലും. അപ്പോൾ എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റത്തിനും എൻട്രപ്രണേഴ്സിനും സക്സസ് ഉണ്ടാവണമെങ്കിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു റിലേഷൻ വേണം, ഇൻ്റർ ഡിപ്പെൻഡൻസ് വേണം. അതില്ലെങ്കിലും അത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ദെൻ നമ്മളുടെ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കൺഡ്യൂസീവ് എക്കോ സിസ്റ്റം. ഒരു എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റം എൻട്രപ്രണേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ രീതിയിലാവണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? ഏറ്റവും സ്യൂട്ടബിളായ രീതിയിൽ പുതിയ പുതിയ എൻട്രപ്രണേഴ്സിന് ബിസിനസ് ഫീൽഡിലേക്ക് കടന്നു വരാനും അവിടെ ബിസിനസ് പുതിയ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുവാനും വിജയം കൈവരിക്കുവാനും എന്തൊക്കെയാണ് ആ എക്കോ സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ളത്? പ്രധാനമായും വേണ്ടത് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ഫിനാൻസിനുള്ള ആക്സസബിലിറ്റി, ദെൻ ആൻസിലറി ഇൻഡസ്ട്രീസ്, നമ്മളുടെ മെയിൻ ബിസിനസ്, നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന അനുബന്ധ വ്യവസായങ്ങൾ വേണം. സിംഗിൾ വിൻഡോ ഓപ്പറേഷൻസ് ആൻഡ് അപ്രൂവൽ, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു ഏകജാലക സംവിധാനമാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ദെൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ആ സൊസൈറ്റിയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഈസിനെസ്, അത് വേൾഡ് ബാങ്ക് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഈസിനെസ്സിന് ആവശ്യമായിട്ടുള്ളത് എന്ന്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ക്ലസ്റ്ററുകൾ, ഗ്രൂപ്പുകൾ. ഡെവലപ്മെൻറ്റ് ഓഫ് MSME, മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസുകളുടെ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ MSMEക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെയൊക്കെ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട്. ദെൻ ഫേവറബിൾ ഗവൺമെൻറ് പോളിസീസ്, പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഗവൺമെൻറ് നയങ്ങൾ. ലാസ്റ്റിൽ ഇൻസെൻറ്റീവ്സ്, എൻട്രപ്രണറിയൽ ബിസിനസ് തുടങ്ങിയാൽ നമ്മൾക്ക് നേടാൻ കഴിയുന്ന ഇൻസെൻറ്റീവുകൾ, അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾക്കൊരു സമൂഹത്തിൽ എൻട്രപ്രണറിയൽ എക്കോ സിസ്റ്റം ബെറ്റർ ആക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചെണ്ണം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഫസ്റ്റ് വൺ, ബെറ്റർ ആക്സസ് ടു ക്യാപിറ്റൽ ആൻഡ് ഫിനാൻസിങ് അവന്യൂസ്. നമ്മൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഫിനാൻസ് ആക്സസ് ചെയ്യുക മാർക്കറ്റിലേക്ക്. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ സോഴ്സ് ഉണ്ട്, അതർ സോഴ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ആനുവൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 12 ഏരിയാസ് ഓഫ് ബിസിനസ് റെഗുലേഷൻ, 12 ഏരിയകളെയാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഈ ഏരിയകളിലുള്ള റെഗുലേഷൻസ് ബിസിനസ്സിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഏതൊക്കെയാണ്? അതിൽ 10 എണ്ണമാണ് നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ് എ ബിസിനസ്, ഡീലിംഗ് വിത്ത് കൺസ്ട്രക്ഷൻ പെർമിറ്റ്, getting electricity, registering property, getting credit,
പ്രൊട്ടക്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്, അതായത് മൈനോറിറ്റി ഇൻവെസ്റ്റേഴ്സ്, പേയിങ് ടാക്സസ്, ട്രേഡിംഗ് അക്രോസ് ബോർഡേഴ്സ്, എൻഫോഴ്സിങ് കോൺട്രാക്ട് ആൻഡ് റിസോൾവിങ് ഇൻസോൾവൻസി. അങ്ങനെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരുപാട് ഏരിയാസിലെ കുറേ നിയന്ത്രണങ്ങളുണ്ട് നമ്മൾക്ക്. അപ്പോൾ അതെല്ലാം ഈസി ആയി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാവണം. ദെൻ രണ്ടാമതായി പറയുന്നത് ഗ്രേറ്റർ ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. ഗ്രേറ്റർ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിന് ഒരു അവിടെയുള്ള മറ്റ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ഒരു ഏറ്റവും ക്രിയേറ്റീവായ രീതിയിലുള്ള ഗവേണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തുല്യതയോടുകൂടി നടപ്പിലാക്കാൻ കഴിയും എൻ്റർപ്രണർഷിപ്പുകൾ. അഴിമതി കുറയ്ക്കാനും കഴിയും. ദെൻ അടുത്തതായി പറയുന്നത് മൂന്നാമത്തേത് ലോ റേറ്റ് ഓഫ് ടാക്സസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. പുതിയ പുതിയ സംരംഭങ്ങൾക്ക് നികുതി ഇളവുകളൊക്കെ കൊടുക്കുക, ചെറിയ രീതിയിലുള്ള നികുതി ചാർജ് ചെയ്യുക, അവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ദെൻ യൂസ് ഓഫ് ടെക്നോളജി, ആവശ്യമായ രീതിയിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആക്കുക. ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എൻട്രപ്രണർഷിപ്പ് ഒരു വിഷയമായി പഠിപ്പിക്കാം. അത് സ്കൂളിൻ്റെ കരിക്കുലത്തിലോ കോളേജുകളുടെ കരിക്കുലത്തിലോ ഈ എൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ വിഷയത്തിനെ മാറ്റുക. അതേപോലെ തന്നെ റെക്കഗ്നീഷൻ ആൻഡ് അപ്രീസിയേഷൻ ഓഫ് യങ് എൻട്രപ്രണേഴ്സ് ആൻഡ് സ്റ്റാർട്ടപ്സ്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരായ പുതിയ പുതിയ സംരംഭകർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുക, അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല റെക്കഗ്നീഷൻ കൊടുക്കുക. അതേപോലെ അവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ തരം സഹായങ്ങളോ ഒക്കെ അനുവദിച്ച് നൽകുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തും ഒരു എൻട്രപ്രണറിയൽ എക്കോസിസ്റ്റം വളരെ ഈസി ആയിട്ടുള്ളതായിട്ട് മാറും. അല്ലെങ്കിൽ എൻട്രപ്രണേഴ്സിന് അനുയോജ്യമായ ഒരു എക്കോസിസ്റ്റമായിട്ട് ആ സമൂഹത്തിന് മാറാൻ കഴിയും.